അല്ല കേസേ, റേറ്റിങ്ങിൽ മുന്നിലെത്താൻ വേണ്ടി 24 ന്യൂസ് ചാനലിൽ കള്ളത്തരം കാണിച്ചു. അതിൻ്റെ MD എന്താ വെച്ചാൽ ആൻഡ്രൂ എന്നല്ലേ, ആന്തപ്പൻ എന്തായാലും മരമുറിക്കാരൻ, ഓൻ എന്തായാലും ഓനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഗതി ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഗൈസ് അല്ലേ. എന്തോ ഫാമിങ്ങോ എന്തോ പറഞ്ഞോ, സെർവർ അതിലെന്തോ കള്ളത്തരം കാണിച്ചു എന്നോ. അപ്പോൾ അതിൻ്റെ ബാർക്കോ എന്തോ അതിലെ ആൾ ടെക്നോളജി അല്ലേ. അപ്പോൾ മൂപ്പര് ഒന്നാം പ്രതി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മൂപ്പരും പ്രതി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഗതി. അപ്പോൾ അത് 24 ന്യൂസ് ചാനലുകാർ അവരുടെ ഇതിലിട്ടതാണ് ഞാൻ കണ്ടത് ഗൈസ്. അപ്പം റിപ്പോർട്ടറും അതായത് ഇപ്പോൾ ഏഷ്യാൻ ന്യൂസിനൊക്കെ കവച്ച് പൊട്ടിയിട്ട് 24 ന്യൂസ് ഒന്നാം സ്ഥാനക്കാരായി. ഇവിടെ മൊട്ട അരുൺ എന്നൊക്കെ പറഞ്ഞാൽ അരുൺ അവിടെ ഉള്ള സമയത്തില്ല, അരുൺ സാർ, അരുൺ മാഷ്. എന്നിട്ട് മൂപ്പര് അവിടെ നിന്ന് ചാടിയിട്ട് ഇപ്പുറത്ത് റിപ്പോർട്ടർക്കായപ്പോൾ കാഞ്ഞ ബുദ്ധിയാണല്ലോ. റിപ്പോർട്ടർ ചാനലുകാർ എന്ത് കാണിച്ച് 24 ന്യൂസിനെയൊക്കെ അടിപൊളിയാവുന്ന രീതിയിൽ അവരെ കളി കളിച്ച്. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ട ടോപ്പ് നമ്പർ 1 ഈ ഒരു ചാനൽ, നമ്പർ 1 ന്യൂസ് ചാനൽ. എന്തായാലും കളികൾ ഇതൊക്കെയാണ് കേസ്. ഞാൻ ഒരു കാര്യം കളിക്കുന്നത്, സാധാരണക്കാർക്ക് ഏതാണ് നമ്പർ 1 ന്യൂസ് ചാനൽ ഇതൊക്കെ ഒരു വിഷയമാണോ അല്ല. പക്ഷേ എന്താ കാര്യം അറിയാം, കാശ് മറിയണ സാധനങ്ങളാണ് ഈ നമ്പർ 1 ടോപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഏത് മേഖലയിലായാലും ഇവിടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ജീവിക്കണമെങ്കിൽ നല്ല രീതിയിൽ കാശ് വേണം അല്ലേ. അപ്പോൾ ഇവർക്ക് കൂടുതൽ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടണമെങ്കിൽ, അത് സ്പോൺസർമാരും ഒക്കെ കിട്ടണമെങ്കിൽ ഉള്ള അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ക്വാളിറ്റി അല്ല, ഇവർക്ക് വേണ്ടത് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഹൈപ്പ് വേണം, ഹൈപ്പ്. എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസൊക്കെ അത് പറഞ്ഞപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് എനിക്ക് നല്ല ഒരു റെസ്പെക്റ്റ് ഉള്ള കേസ്. 24 ന്യൂസൊക്കെ വളരെ ഡ്രമാറ്റിക്കായ ഒരു സാധനമാണ്. റിപ്പോർട്ടറും അരുൺ സാർ അവിടെ വന്നതിന് ശേഷം ഭയങ്കര ഡ്രമാറ്റിക്കാണ് റിപ്പോർട്ടർക്ക് ഒരു സമയത്ത് കയ്യിൽ നിന്ന് പോയിക്കണ സമയത്തായിരുന്നു അല്ലേ. എന്നിട്ട് അതിൽ നിന്നാണ് മൂപ്പര് ഈ കോലത്തിലാക്കിയെടുത്തത്. അപ്പോൾ അവർ കുറേ ആൾക്കാരെ ആങ്കേഴ്സിനെ അതിൽ അവതാരകരെ അതിലേക്ക് കൊണ്ടുവന്നിട്ട് അവർ അതിനെ കയറ്റിക്കൊണ്ട് വന്നൊരു സാധനമാണത്. അവരെ ചർച്ചയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രോളുകളൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ സ്വയം കാശ് കൊടുത്തിട്ട് ട്രോളുകൾ ഉണ്ടാക്കിയതാണെന്നാവുക. എന്തായാലും നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട അവിടുത്തെ കാര്യങ്ങൾ മൊത്തം. ഇലക്ഷൻ ടൈമൊക്കെ ആയിട്ടാണെങ്കിൽ ഇവർ കഥ പറയണ പോലെ ഇങ്ങനെ പറഞ്ഞ് 24 റിപ്പോർട്ടറും ഒക്കെ തമ്മിലുള്ള എന്തൊക്കെ കാണിച്ചു വെച്ചായിരുന്നില്ലേ. അപ്പോൾ ഇവരെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടമാണ്. പോസ്റ്റ് ട്രൂത്ത് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ പോസ്റ്റ് ട്രൂത്ത് മെക്കാനിസത്തെ കൃത്യമായി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് ഇവർ കാര്യങ്ങൾ ചെയ്യണത്. എന്ന് വെച്ചാൽ ഇവിടെ റിയാലിറ്റി ആൾക്കാർക്ക് വേണമെന്നില്ല, അല്ലെങ്കിൽ റിയാലിറ്റിയെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ അരുൺ വരില്ല മൂപ്പരൊക്കെ ഒരു കാര്യത്തെ അവതരിപ്പിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വേറെ ഏതോ രീതിയിൽ, അതായത് ഈ തലച്ചോറൊക്കെ പണയം വെക്കണ രീതിയിലാണ് മൂപ്പര് ഒരു സാധനത്തൊക്കെ ട്വിസ്റ്റ് ചെയ്തിട്ട് അവതരിപ്പിക്കുന്നത്. ഭയങ്കര ഫേക്കായിട്ടുള്ള ന്യൂസുകളാണ് ഇവർ പലപ്പോഴും സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ചാനലിൻ്റെ കാര്യമില്ല പറഞ്ഞാൽ, പൊതുവെ പലപ്പോഴും. പിന്നെ ഈ പൊളിറ്റിക്കലി വരുന്ന ഒരു സമയത്ത് ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിലിൻ്റെ അല്ലെങ്കിൽ വേടൻ്റെ കേസൊക്കെ വരുന്ന സമയത്ത്, കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവർ വളരെ ഇമ്പോർട്ടൻ്റായി ഇപ്പുറത്ത് വേറെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ വിഴുങ്ങിയിട്ടാവും ഇതിൻ്റെ പിന്നാലെ നടക്കേണ്ടത്. ഒരാൾക്ക് കൊടുക്കുന്ന ഹൈപ്പും ഒരാൾക്ക് കൊടുക്കാതിരിക്കുന്ന ഹൈപ്പും ഒക്കെ സാധനം ഉണ്ടല്ലോ. ഇതൊക്കെ ഒരു വേറെ പല ഉദ്ദേശം വെച്ചിട്ടാണ്. മുമ്പൊക്കെ നമ്മളൊരു ന്യൂസ് കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ദൂരദർശനിലൊക്കെ ഒരു ന്യൂസ് കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ് ഒരു ചാനൽ ഒരു ന്യൂസ് കാണുന്നത്, വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു സാധനം വന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഇവർ അഭിപ്രായങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. ഇവർക്ക് തോന്നിയ മാതിരി അത് നമ്മളാണ്ട് വിശ്വസിക്കണോ? അങ്ങനെയാണോ? മുമ്പ് അങ്ങനെയല്ല, ഒട്ടും ഡ്രമാറ്റിക് അല്ലാത്ത രീതിയിൽ എന്താണോ കാര്യം നടന്നത് അത് വാർത്താ അവതാരക ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും, അതിനനുസരിച്ചുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ടായിരിക്കും. കുറച്ചുകൂടിയൊക്കെ സയൻറ്റിഫിക് ടെമ്പറുള്ള റാഷണലായിട്ടുള്ളൊരു സാധനമായിരിക്കും അവിടെ ചർച്ചയിൽ വരിക. ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ കേസ്. എന്തൊക്കെയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇവർക്ക് എന്താ വെച്ചാൽ ആളുകൾക്ക് ഒരു സീരിയലിൻ്റെ വൈബുള്ള വാർത്ത അവതരണമാണ് വേണ്ടത് തോന്നുന്നത് കേസ്. അതായത് പൊഴിഞ്ഞ തമ്പ് തല്ല്, മറ്റ് ചാനലുകാരെ കുറ്റപ്പെടുത്തുക, മറ്റ് അവതാരകരെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ എന്താ പറയുക പൊളിറ്റിക്കലായ രീതിയിൽ തന്നെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നൊക്കെ. നല്ല രീതിയിലൊരു ന്യൂസ് ഇട്ടുണ്ടെങ്കിൽ അത് ആൾക്കാർക്കൊന്നും കാണണ്ട. അല്ലാതെ ഈ സമൂഹത്തിന് പറഞ്ഞാലും മതി. സമൂഹവും ഈ വാർത്താ ചാനലുകളെ വാർത്തകളെ സ്വാധീനിക്കും, വാർത്ത സമൂഹത്തെയും സ്വാധീനിക്കും. ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ കേൾക്കുക, വേടൻ്റെ പിന്നാലെ ആയിരുന്നു കുറച്ച് ദിവസം. ഇപ്പോൾ പിന്നെ രാഹുൽ മങ്കൂട്ടത്തിന് കിട്ടി. ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ പിന്നാലെയാണ്. രാഹുൽ ഈശ്വർ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചാനലുകാർ തമ്മിൽ ഇപ്പോൾ കത്തറയും. ഇനിയിപ്പോൾ അടുത്ത സംഗതി വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേത് ദിലീപിൻ്റെ അങ്ങനെ പോകും. ഇവർ പലപ്പോഴും ഒരു കാര്യത്തെ ഫോളോ അപ്പ് ചെയ്യുന്നില്ല ചാനലുകൾ. എന്ത് തേങ്ങാന്നാവും പിന്നെ ചാനലുകൾ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മെയിൻ ലക്ഷ്യം. അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഇവർ സോഷ്യൽ സർവീസ് ഉള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല കേസ്. എന്ത് തേങ്ങയത് വാർത്താ ചാനലുകളോടുള്ള ഒരു റെസ്പെക്റ്റ് തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇവർ ടോപ്പ് നമ്പർ 1 വാർത്താ ചാനലിലെ വാർത്താ ചാനലിങ്ങളുടെ ബെഡ്റൂമിൽ കക്കൂസിൽ എന്നുള്ള രീതിയിലാണ് ഇവരെ പരസ്യങ്ങൾ. ചായ കുടിക്കുമ്പോൾ ഇന്ന ചാനൽ, കക്കൂസിലിരിക്കുമ്പോൾ ഇന്ന ചാനൽ, കടന്നുറങ്ങുമ്പോൾ ഇന്ന ചാനൽ, മൂത്രമൊഴിക്കുമ്പോൾ ഇന്ന ചാനൽ. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം ഇപ്പോൾ വരുന്ന വലിയൊരു സാധനം എന്താ വെച്ചാൽ ആ മെസ്സി കേസോ മരമുറി പരിപാടി, മെസ്സി നിങ്ങളുടെ കുറേ ഇപ്പോൾ അതാ ഫാമിങ്ങും ഈ ഒരു ഇതിൻ്റെയൊക്കെ പിന്നിലെ തലതൊട്ടപ്പം ചെങ്ങായിട്ട് അത്
കാശുള്ള എങ്ങനെയുള്ള ഒരു ചെങ്ങായിനെ ഇതിൻ്റെ പിന്നിൽ ബാക്കിലുള്ള ഒരു ഹെഡാക്കി മാറ്റുക, എന്നിട്ട് അങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ള സംഭവം. അതായത് ഇവർ ഈ ഫണ്ട് ഉണ്ടെങ്കിലാണ് ഇവരെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഇവരുടെ ആ ചാനലിനും എന്ത് ഒരു 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 ഇൻറ്റഗ്രിറ്റിയാണ് ഉണ്ടാവുക എന്നുള്ള കുറിച്ച് ഏകദേശം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ വേറെ കാര്യമുണ്ട് ഗൈസ്, പൊന്നും വിലക്കാണ് ഓരോ ആളുകളെ മറ്റ് ചാനലുകളിൽ നിന്ന് ഇപ്പുറത്തേക്ക് തൂക്കണത്. അപ്പോൾ ഇവർക്ക് ടോപ്പ് നമ്പർ 1 ആയേ പറ്റൂലേ. അങ്ങനെ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ കള്ളത്തരത്തിലൂടെ ആണ് എന്ന് മറ്റുള്ളവരെ കാണിക്കും ഗൈസ്. മറ്റുള്ളവരെ കാണിക്കുക, അതാണല്ലോ ഇതിൻ്റെ സംഗതിയിലെ. എന്തായാലും ഞാൻ പലപ്പോഴും ആലോചിക്കുന്നു ഈ ചാനലിലെ പല പരിപാടികളും. ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസേഴ്സ്, കണ്ടൻറ് ക്രിയേറ്റേഴ്സൊക്കെ അല്ലേ, ഇവരൊക്കെ ചവച്ച് തുപ്പി കളഞ്ഞ സാധനങ്ങൾ അവർ വീണ്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കും. അത് അവർക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ആളുകളെ പിടിച്ചിരുത്താൻ കഴിയണം. മുമ്പ് ആളുകളെ പിടിച്ചിരുത്തണം എന്നുള്ളൊരു സാധനം ന്യൂസ് ചാനലുകൾക്ക് ഇല്ലായിരുന്നു തോന്നണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കാര്യം പറഞ്ഞിട്ട് പോകും, എന്താണോ കാര്യം, ഒബ്ജക്റ്റീവായിട്ട് എന്താ സംഭവിച്ചെന്നുള്ള ഒബ്ജക്റ്റീവായ രീതിയിൽ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ആളുകളെ പിടിച്ചിരുത്തണം, വാച്ചവർ കൂട്ടണം, അതിനുള്ള കളികൾ അല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ ക്വാളിറ്റിയുള്ള സാധനം ആയിരിക്കണം എന്നില്ല, ആളുകൾക്ക് ക്വാളിറ്റിയുള്ള സാധനം ഇപ്പോൾ വേണമെന്നില്ല. ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കിട്ടിയാൽ മതി, ഈ കുൽസിതങ്ങളും അതും ഇതൊക്കെ. അതുകൊണ്ടാണ് പലതും ഇവർ വേണ്ട സാധനങ്ങളൊന്നും വേണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്യാണ്ട് പോകണമെന്ന്. ഞാൻ അതിനൊരു കാര്യം പറയട്ടെ കേസ്, ഇവിടെ ഈ അവിഹിത കഥകൾ, ഗർഭകഥകൾ ഇതിൻ്റെയൊക്കെ പിന്നാലെ കിടക്കുമ്പോൾ മ്യൂച്വൽ കൺസെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അത് വേറെ കാര്യം. കൺസെൻറ്റോട് കൂടി എന്തെങ്കിലും തുടങ്ങിയിട്ടുള്ളതെന്ന് പറയുന്നത്, ഇനി എന്താ സംഭവം എന്നറിയില്ല കേട്ടോ, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ വിഷയമാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു മുക്കിക്കളയണ കുറേ സാധനങ്ങളുണ്ട് കേസ്. മുക്കിക്കളയണത് ചില പാർട്ടികൾ ചെയ്തിട്ടുള്ള സാധനങ്ങൾ മുക്കിക്കളയണത്, അത് ഏത് പാർട്ടി ആയാലും ഇവർ ആ കാശ് എവിടുന്ന് കിട്ടണം അങ്ങോട്ട് മറിയും, അങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നെ ഇതിൻ്റെ വേറെ കാര്യമുണ്ട്, ഇതൊന്നും അല്ലാണ്ട് നാഷണൽ ലെവലിൽ മറ്റ് ചാനലുകളൊക്കെ കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു യുവതീനെ പീഡിപ്പിച്ചത്, മറ്റേ എവിടെ ഉണ്ടായത്, പീഡിപ്പിച്ചതിനിടയ്ക്ക്. പക്ഷേ ഇത് കേരളത്തിലെ മലയാള വാർത്താ ചാനലുകൾ ആ സാധനത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല. ആ ഒരു വാർത്തയ്ക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല? കാരണം ഇവിടെ ഇവർക്ക് വേണ്ടത് ഗർഭകഥകളും ഇവിടെയുള്ള കുറേ കുൽസിത കഥകളും സംഭവങ്ങളായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടോപ്പ് 1 എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്താ ചാനലുകളുടെ ഇൻറ്റഗ്രിറ്റി. നന്നായിട്ട് കണ്ടല്ലോ അല്ലേ. എന്തായാലും ഇതാണ് ഇപ്പോൾ 1-ാം നമ്പറിലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി കള്ളത്തരം കാണിച്ചിട്ട് കുറേ കോടിക്കണക്കിന് രൂപ കോഴയും കൊടുത്തിട്ട് ഏറ്റവും അവസാനം മൂഞ്ചി തിരിഞ്ഞ് പോലീസും പിടിച്ച് ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ഒരു വാർത്തയാണ് 24 ചാനൽ ഏതിനെതിരെ പുറപ്പെട്ട് റിപ്പോർട്ടർക്കെതിരെ ഇട്ടിട്ടുള്ളത്. എന്തായാലും ഇപ്പം ആ മനോരമ ന്യൂസ്, മാതൃഭൂമി ന്യൂസ് ഇതൊന്നും ശ്രദ്ധിക്കണ പോലുമില്ല ആൾക്കാർ. വേറെ ഏതോ ചാനലുകൾ ഇതിനിടയ്ക്ക് തന്നെ പൊട്ടി പുറപ്പെട്ട് വന്നിട്ടുണ്ടല്ലോ അല്ലേ. എന്തായാലും നന്നായിട്ടുണ്ട്.